ഹായ് ഹലോ നമസ്കാരം ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം. അപ്പോൾ സലാർ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന മൂവിയാണ്. ദ സീസ് ഫയർ പാർട്ട് 1 കണ്ടിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് അതിനെക്കുറിച്ച് പറയാനായിട്ട്. ടെക്നിക്കാലിറ്റീസിന്റെ അബൻഡൻസ്, ടെക്നിക്കാലിറ്റീസിന്റെ സമൃദ്ധി കൊണ്ട് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ മൂവീസ് ആകെ മൊത്തം മാറിയിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് സലാർ. കാരണം നമുക്ക് നമ്മുടെ മലയാള സിനിമ വിട്ടേക്ക്, കാരണം 10-200 സിനിമകൾ ഇപ്പം തിയേറ്ററിൽ ഇറങ്ങി കുറെ എണ്ണം പൊട്ടി തകർന്നൊക്കെയാണ് വാർത്തകൾ പറയുന്നത്. വളരെ കുറച്ച് സൂപ്പർ ഹിറ്റ് മൂവികൾ മാത്രമാണ് മലയാളത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ തമിഴും തെലുങ്കും ഒന്നും അങ്ങനെയല്ല. അവരുടെ മൂവികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഓൾ മൂവീസ് ഭയങ്കര ഹിറ്റാണ്. അതുകൂടാതെ അവർ ഇറക്കുന്ന മുഴുവൻ ബ്രഹ്മാണ്ഡ പടങ്ങളുമാണ്. അതിലാണ് ടെക്നിക്കാലിറ്റീസിന്റെ അബൻഡൻസ് നമുക്ക് കാണുന്നത്. മാത്രമല്ല മലയാളി നടന്മാരും നടിമാരും ഒക്കെ ഒരുപാട് പേര് അതിനകത്ത് പാർട്ടാവുന്നുണ്ടെന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി നമ്മുടെ സ്വന്തം രാജുവേട്ടൻ പൃഥ്വിരാജ് സുകുമാരൻ ഇതിനകത്ത് മെയിൻ റോള് ചെയ്യുന്നു എന്ന് വളരെ വലിയ കാര്യമാണ്. പിന്നെ പ്രഭാസ്, അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അതായത് ഒരു ചരിത്ര പുരുഷനായിട്ടുള്ള കഥകളെല്ലാം തന്നെ, സിനിമകളെല്ലാം തന്നെ ആപ്റ്റായിട്ട് സൂപ്പർബായിട്ട്, ബാഹുബലി അല്ലെ നമ്മുടെ എക്കാലത്തെയും വമ്പൻ ഹിറ്റായിട്ടുള്ള എപ്പിക് മൂവികൾ ഒന്നാണ്. എന്നാൽ ആദിപുരുഷിൽ അദ്ദേഹം വളരെ വമ്പനായിട്ട് പരാജയപ്പെട്ടു. ഞാൻ ആ പടം കണ്ടിട്ടില്ല. പക്ഷെ പൊതുവെ എനിക്ക് കാണാൻ അത്ര ആണില്ല, അതുകൊണ്ട് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് അത് കണ്ടില്ല. പക്ഷെ അതിന്റെയൊക്കെ പേര് മാറ്റിക്കൊണ്ട് ആ ഒരു പ്രഭാസിൽ നിന്ന് വളരെ വ്യത്യസ്തനായിട്ട് അദ്ദേഹം ഇതിൽ വളരെ മനോഹരമായ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതോടെ ഫൈറ്റ്സിനൊക്കെ ഗംഭീരമാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി ഫിസിക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ശരിക്കും കൊതിയോടെ നോക്കിയിരുന്നു. അത്രയും നല്ല സ്റ്റൗട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് അദ്ദേഹം തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. ഗംഭീര തിരിച്ചുവരവ് തന്നെയാണ്. അതുപോലെ നമ്മുടെ പൃഥ്വിരാജനെ കുറിച്ച് പറഞ്ഞിരുന്നാൽ മലയാളികളെ തല്ലിക്കൊല്ലുമല്ലോ. അതുകൊണ്ട് പൃഥ്വിരാജന്റെ കാര്യം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അദ്ദേഹത്തിന്റെ അഭിനയൊക്കെ സൂപ്പർ, അഭിനയമൊക്കെ ഗംഭീരം, ഒന്നും പറയാനില്ല. പിന്നെ ഇത് ഈ ഒരു സ്റ്റോറി ലൈൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോജിക്കിനെ കുറിച്ചൊന്നും ചോദിക്കരുത് പ്ലീസ്. അത് ഇതിനകത്ത് ഇല്ല. അല്ലെങ്കിൽ ഇവരുടെ മൂവിലൊന്നും ഇല്ലല്ലോ. നമുക്കിപ്പോ ആണെങ്കിൽ ബാഹുബലിയോ അല്ലെങ്കിൽ മറ്റേ PS1 ഒക്കെ പോലെ ചരിത്രം, ഹിസ്റ്ററി നമുക്ക് അറിയാവുന്ന ഒരു കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ KGF 1, 2 അല്ലെങ്കിൽ ഈ സലാർ എന്നൊക്കെ പറഞ്ഞ മൂവി, ഇതിലൊന്നും നമുക്ക് ലോജിക്ക് ചോദിക്കാൻ പറ്റില്ല. പക്ഷെ ഇവർ അതിമനോഹരമായിട്ടൊരു കഥ ഉണ്ടാക്കുന്നു. കഥ തീർച്ചയായിട്ടും പ്രശാന്ത് നീലിന്റെ കഥയും തിരക്കഥയും, എന്താ പറയാ, തിരക്കഥയിലും സംവിധാനത്തിലും ഇറങ്ങിയ ഒരു പടം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ അതിനകത്തുണ്ട്. പ്രശാന്ത് നീലൊക്കെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് പിക്ചർ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. കോൾട്ടാർ ടാർഖനിയിലുള്ള ഒരു എന്താ പറയാ, ഒരു ഖനി തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ എന്താ പറയാ, നമ്മൾ KGF 2 അല്ലെങ്കിൽ KGF 1 ഒക്കെ ഒരു പിക്ചറൈസേഷൻ പോലെ നമുക്ക് തോന്നാം. പക്ഷെ സ്റ്റോറി അതല്ല. സ്റ്റോറി നിങ്ങൾ തീർച്ചയായിട്ടും പിന്നെ ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണുക സലാർ. കാരണം ആ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇത് പ്രിഫർ ചെയ്യുന്നത്. കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതിന്റെയൊക്കെ സൗണ്ട് എഞ്ചിനീയേഴ്സ് ഒക്കെ എന്ത് പോണം. അപ്പൊ ഇത് സൗണ്ട് ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെയൊക്കെ ഇവരുടെ ഈ തോക്കിന്റെ മാത്രമല്ല, അതിന്റെ ഇടയിൽ കൂടെ വരുന്ന ഈ ഡമരുവൊക്കെ അടിക്കുന്ന സൗണ്ടൊക്കെ ഉണ്ട് ഈ ഫൈറ്റ് സീനിലൊക്കെ. അതൊക്കെ നമ്മുടെ കാതുകളിലൊക്കെ വന്നിട്ടേ നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കില്ല, അതുപോലാണ് തിയേറ്ററിൽ നമ്മുടെ ചെവിത്തല ഇങ്ങനെ അടിക്കുന്നത്. നമുക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നൂല. ചില പടങ്ങളിലൊക്കെ ഫൈറ്റ് സീനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഗിടാന്ന് കിടന്ന് വിറയ്ക്കും. എന്ത് പണ്ടാണ്, എന്തിനൊരു സമാധാനം. പക്ഷെ ഇതിങ്ങനെ മനോഹരമായ താളത്തിലാണ് ഇത് ചെയ്യുന്നത്. പിന്നെ എപ്പിക് മൂവി ആയതുകൊണ്ട് നമുക്കൊരു മൊത്തത്തിലൊരു ഡാർക്ക് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇവരുടെ കോസ്റ്റ്യൂം, പ്രത്യേകിച്ച് പൃഥ്വിരാജിന്റെ ആ ഒരു, ഇവർ പല 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 ടീമുകളായിട്ടാണ് കാണുക. ഞാനത് എന്തുകൊണ്ടാണ് ഇത് പറയാത്തതിന്റെ പേര് എനിക്ക് വേണമെങ്കിൽ പറയാം, പക്ഷെ അത് സ്പോയിലർ ആയിപ്പോ. നിങ്ങൾ പോയി കാണുക എന്താണ് സലാർ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ട്രെയിലറിൽ കാണിക്കുന്ന പോലെ അല്ല, കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു സ്റ്റോറി അതിനകത്തുണ്ട്. അതുകൊണ്ടാണല്ലോ സെക്കൻഡ് പാർട്ട് വന്നിരിക്കുന്നത്. നമുക്ക് പലയിടത്തിലും പ്രഭാസിനെ പലയിടത്തും കാണിക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ രോമാഞ്ചം അറിയാതെ വരുന്നുണ്ട്. ശ്രുതി ഹാസൻ നല്ല ഒരു ഗസ്റ്റ് റോൾ പോലെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പക്ഷേ ഈ പറയുന്ന ലോജിക് ഇല്ലാത്ത പല കാര്യങ്ങളും അത് വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സിനിമ എന്താണ്, ഇറ്റ്സ് എൻ എന്റർടൈൻമെന്റ് ഓൾ ടോട്ടൽ. അതൊരു എന്റർടൈൻമെന്റ് സംഭവമാണ് ഈ സിനിമ എന്ന് പറയുന്നത് അല്ലെ. കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്ന പോലെ ഇത് സിനിമയും അത് തന്നെയാണ്, അതൊരു എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ മാക്സിമം ഒരു പ്രേക്ഷകനെ എന്റർടൈൻ ചെയ്യിക്കാനുള്ള എല്ലാ വിഭവങ്ങളും പ്രശാന്ത് നീല അതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് സലാറിനകത്ത്. അപ്പൊ പ്രഭാസിനെ അതുപോലെ എന്താ പറയാ, നമുക്ക് ചില സമയങ്ങളിൽ ഡയലോഗ്, പഞ്ചിങ് ഡയലോഗുകളൊക്കെ. പിന്നെ പൃഥ്വിരാജിന്റെ കോസ്റ്റ്യൂം, അതായത് പൃഥ്വിരാജിന്റെ ആ ഒരു ടീമുകളെ കാണിക്കുന്ന ഒരു കോസ്റ്റ്യൂംസ് ഒക്കെയാണ്. അതൊക്കെ വളരെ സൂപ്പർ കോസ്റ്റ്യൂംസ് ഒക്കെയാണ് കേട്ടോ. നല്ല എന്താ കാൽത്തളയും കൈത്തളയും അതുപോലെ ഗോപിക്കുറിയും പിന്നെ മറ്റേ നോസ്റിങ്ങും ഒക്കെ ഇട്ട് പൃഥ്വിരാജ് നല്ല സുന്ദര കുട്ടപ്പനായിട്ടൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ അവരുടെ ഒരു ഗ്യാങ്ങിനെ കാണിക്കുന്നു ആ ഒരു രീതിയൊക്കെ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ഒക്കെ അതിനകത്ത് നല്ല ഗംഭീര കോസ്റ്റ്യൂമാണ്. പിന്നെ സലാറിന്റെ അമ്മയായിട്ട് അവരുടെ പേര് ഞാൻ പിന്നെയും പഠിക്കാൻ മറന്നുപോയി. കാരണം അവര് ഒരുപാട് സിനിമകളിൽ ഇപ്പൊ നമ്മുടെ ഹൃദയം കവരുന്നുണ്ട് കേട്ടോ. സലാറില് പ്രഭാസിന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നവര്. അവര് നല്ല ചെറുപ്പമായിട്ടൊരു സ്ത്രീയാണ്, പക്ഷെ പ്രഭാസിന്റെ അമ്മയായിട്ടാണ് കാണിക്കുന്നത്.
പക്ഷെ എനിവേ അതിനകത്തുള്ള മൊത്തത്തിലുള്ള എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കാലിറ്റീസ്, അബൻഡൻസ് ഓഫ് ടെക്നിക്കാലിറ്റീസ് ആണ് എനിക്ക് സിനിമ തോന്നിയത്. ഒരു ടെക്നിക്ക് എങ്ങനെ ഒരു ടെക്നിക്കാലിറ്റീസ് കൊണ്ട് സിനിമയെ ഇങ്ങനെ തിരക്കഥയും ടെക്നിക്കും കൂടെ മിക്സ് ചെയ്ത് എങ്ങനെ ഒരു സിനിമ വിജയിപ്പിക്കാം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് സലാർ ദ സീസ് ഫയർ പാർട്ട് 1 എന്ന് പറയാം. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇത് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ ആണ്. അപ്പൊ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.